Dear children, we are studying Social Science First, Chapter 2, The East and the West, the Era of Exchanges. In our last class, we discussed about features of medieval education, especially major subjects, major universities, women education in Arab world, education in China and Gurukula system in India. Today we are discussing art and literature in medieval period. Let's go through the textbook. These pictures indicate the advancement of medieval world in the field of architecture. In the previous classes, you have discussed the Romanesque and Gothic styles. വാസ്തുവിദ്യയിൽ ആർക്കിടെക്ചറിൽ കൈവരിച്ചിട്ടുള്ള പുരോഗതി സൂചിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റോമനസ്ക്, ഗോത്തിക് രണ്ട് രീതിയിലുള്ള സ്റ്റൈലുകൾ, ആർക്കിടെക്ചർ സ്റ്റൈലുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ട് സ്റ്റൈലുകൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. റോമനസ്ക് സ്റ്റൈലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെമി സർക്കുലർ ആർച്ചസ് ആണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ ഗോത്തിക് സ്റ്റൈലാണെങ്കിൽ പോയിൻറ്റഡ് ആയിട്ടുള്ള ആർച്ചസ് ആണ്. ഗോത്തിക് സ്റ്റൈലിൻ്റെ പ്രത്യേകത. ഇത് രണ്ടും മിഡിവൽ യൂറോപ്പിലുണ്ടായിരുന്ന രണ്ട് രീതിയിലുള്ള ആർക്കിടെക്ചറുകളാണ്. മിഡിവൽ പീരീഡിലുണ്ടായിരുന്ന ആർക്കിടെക്ചർ സ്റ്റൈൽസാണ്. Emperor Charlemagne formed a new style by combining ancient Roman styles with Byzantine style. This is known as Carolingian styles. ഏൻഷ്യൻ റോമൻ സ്റ്റൈലും ബൈസാൻഡിയൻ സ്റ്റൈലും യോജിപ്പിച്ചുകൊണ്ട് പുതിയൊരു വാസ്തുവിദ്യാ രീതി ഷാലമീൻ ചക്രവർത്തി രൂപപ്പെടുത്തി. അത് കരോലിഞ്ചിയൻ സ്റ്റൈൽ എന്ന പേരിലാണ് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആർ ഡോംസ്, ആർച്ച് ഷേപ്പ്ഡ് ഡോർസ്, ഹ്യൂജ് പില്ലേഴ്സ് ആൻഡ് മൊസൈക്ക് ഫ്ലോർസ്. അതിൻ്റെ പ്രത്യേകതകളായിരുന്നു താഴികക്കുടങ്ങൾ, വലിയ തൂണുകൾ, കമാനാകൃതിയിലുള്ള ആർച്ച് ഷേപ്പ്ഡ് ആയിട്ടുള്ള വാതിലുകൾ, മൊസൈക്ക് തറകൾ. ഇതൊക്കെയായിരുന്നു കാരോലിംഗിയൻ സ്റ്റൈലിൻ്റെ പ്രത്യേകത. The Europeans got acquainted with Islamic culture during the Crusades. Art and literature were exchanged during this period. The Western style was profoundly influenced by the Eastern art and architecture. The Platonic Academy of Florence and Quinsivic Hospital of Paris, constructed by the French Emperor Louis IX on his return from the Crusades, are examples. ക്രൂസൈഡ്സിനെ കുറിച്ച്, കുരിശുയുദ്ധങ്ങളെക്കുറിച്ച് നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. 11th മുതൽ 13th വരെയുള്ള സെഞ്ച്വറീസിൽ വെസ്റ്റേൺ യൂറോപ്പും ടർക്സും തമ്മിൽ നടന്ന യുദ്ധങ്ങളെയാണ് ക്രൂസൈഡ്സ് എന്ന് വിളിക്കുന്നത്. ക്രിസ്ത്യൻ, മുസ്ലിം, ജ്യൂസ് ഈ മൂന്ന് മതങ്ങൾക്കും ഒരുപോലെ ഹോളി പ്ലേസ് ആയിട്ട് കരുതുന്നതാണ് ജെറുസലേം. ഇത് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന യുദ്ധങ്ങളാണ് കുരിശുയുദ്ധങ്ങൾ. ക്രൂസൈഡ്സ് കാലഘട്ടത്തിലെ യൂറോപ്യൻസ് ഇസ്ലാമിക് കൾച്ചറുമായിട്ട് കൂടുതൽ പരിചയത്തിലായി. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ വെർ എക്സ്ചേഞ്ച്ഡ് ഡ്യൂറിങ് ദിസ് പീരീഡ്. ദ വെസ്റ്റേൺ സ്റ്റൈൽ വാസ് പ്രൊഫൗണ്ട്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ഈസ്റ്റേൺ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. കുരിശുയുദ്ധത്തിന് ശേഷം തിരിച്ചു വന്ന ഫ്രഞ്ച് ചക്രവർത്തിയായിട്ടുള്ള ലൂയിസ് IX പണികഴിപ്പിച്ച പാരീസിലെ ആദ്യത്തെ ആശുപത്രിയായ ക്വിൻസിവിക്ട് ഹോസ്പിറ്റലും അതുപോലെ ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാഡമിയെല്ലാം ഈ സ്വാധീനം നമുക്ക് വ്യക്തമാക്കുന്ന നിർമ്മിതികളാണ്. ഇസ്ലാമിക് സ്വാധീനത്താൽ നിർമ്മിച്ചിട്ടുള്ള നിർമ്മിതികളാണ് പ്ലാറ്റോണിക് അക്കാഡമി അതുപോലെ ക്വിൻസിവിക്ട് ഹോസ്പിറ്റൽ. The Western music had its beginning in the medieval period. Along with the church music, secular music had also developed during this period. The influence of Arabic music is visible in the European music in the period 500 to 1400 CE. വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ആരംഭം മീഡിയവൽ പീരീഡിലാണ്. ചർച്ച് മ്യൂസിക്കിനോടൊപ്പം തന്നെ സെക്യുലർ മ്യൂസിക്കും ഈ കാലഘട്ടത്തിൽ വികസിച്ചു. മതേതരമായിട്ടുള്ള സംഗീതം, മറ്റ് സാധാരണ രീതിയിലുള്ള മ്യൂസിക്കുകളും ഈ കാലഘട്ടത്തിൽ വികസിച്ചു. CE 500 മുതൽ 1400 വരെയുള്ള കാലഘട്ടത്തിൽ ഉള്ള യൂറോപ്യൻ മ്യൂസിക്കിൽ അറബിക് മ്യൂസിക്കിൻ്റെ സ്വാധീനവും കാണാവുന്നതാണ്. During the Umayyad and Abbasid Caliphate, Arabic music progressed considerably. Ibn Misjah was the greatest musician of the Umayyad period. He started Arabic music by obtaining knowledge of Byzantine and Persian music through his travels in Syria and Persia. Ibn Muhriz and Ibn Surai were two other important musicians of the time. ഉമയ്യദ്, അബ്ബാസിദ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ അറബ് മ്യൂസിക് കൂടുതൽ പ്രോഗ്രസ് നേടി. ഉമയ്യദ് ഡൈനാസ്റ്റിയിലെ ഗ്രേറ്റസ്റ്റ് മ്യൂസിഷ്യനായിരുന്നു ഇബൻ മിസ്ജ.
അദ്ദേഹത്തിൻ്റെ യാത്രകളിലൂടെ അദ്ദേഹം സിറിയയിലൂടെയും പേർഷ്യയിലൂടെയും സഞ്ചരിച്ച് ബൈസാൻഡിയൻ മ്യൂസിക്കിലും പേർഷ്യൻ മ്യൂസിക്കിലും വളരെയധികം അറിവ് നേടി. ഈ കാലഘട്ടത്തിലെ മറ്റ് പ്രശസ്തരായിട്ടുള്ള മ്യൂസിഷ്യൻസ് ആയിരുന്നു ഇബൻ മുഹ്രിസ്, ഇബൻ സുരായ്. The major theme of the medieval literature were related to religion, yet other subjects were also treated as theme of the writings of this period. Some authors and their works of that period were given below. Author Omar Khayyam. Works Rubaiyat, Al-Firdausi, Shahnama, Ibn Khaldun, Kitab al-Ibar, Thomas Aquinas, Summa Theology, Saint Augustine, City of God, Peter Abelard, Dialogue, കൽഹണ, രാജതരംഗിണി, ജയദേവ, ഗീതാഗോവിന്ദം. ടേബിള് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, പഠിക്കേണ്ടതാണ്. ഒമർ ഖയ്യാം, റുബിയാത്ത്, അൽ ഫിർദൗസി, ഷാനാമ, ഇബൻ ഖൽദൂൻ, കിതാബ് അൽ ഇബാദ്, തോമസ് അക്വിനാസ്, സമ്മ തിയോളജി, സെയിൻറ്റ് അഗസ്റ്റിൻ, സിറ്റി ഓഫ് ഗോഡ്, പീറ്റർ എബ്ലാഡ്, ഡയലോഗ്, കൽഹണ, രാജതരംഗിണി, ജയദേവ, ഗീതാഗോവിന്ദം. മിഡീവൽ ലിറ്ററേച്ചറിലെ പ്രധാനപ്പെട്ട തീം റിലീജിയൻ ആയിരുന്നു. മറ്റ് സബ്ജക്റ്റുകളും ആ കാലഘട്ടത്തിൽ രചനകൾക്ക് വിഷയങ്ങളായിട്ടുണ്ടെങ്കിലും പ്രധാനപ്പെട്ട തീം റിലീജിയൻ ആയിരുന്നു. Paintings also progressed considerably during the medieval period. Major theme of the painting was religion. Santa Trinita Madonna by Senni di Peppo is an example of the progress of painting during this period. മെഡിവൽ പീരീഡിലെ പെയിൻറ്റിങ്സിലെ പ്രധാന തീം റിലീജിയൻ ആയിരുന്നു. സെന്നി ഡി പെപ്പെ വരച്ച സാന്റ ട്രിനിറ്റ മഡോണ എന്ന ചിത്രം മെഡിവൽ പീരീഡിലെ ചിത്രകലയുടെ ഒരു പ്രോഗ്രസ് സൂചിപ്പിക്കുന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. സാന്റ ട്രിനിറ്റ മഡോണ, സെന്നി ഡി പെപ്പെ എന്നുള്ള ഒരു ചിത്രകാരൻ വരച്ചിട്ടുള്ളതാണത്. മിഡീവൽ പീരീഡിലെ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. റോമൻ സ്റ്റൈൽ, ഗോത്തിക് സ്റ്റൈൽ, കാരോലിംഗ്യൻ സ്റ്റൈൽ, 3 ആർക്കിടെക്ചർ സ്റ്റൈൽസ് ആണ്. എംപറർ ഷാലമിൻ ഫോം ചെയ്തതാണ് കാരോലിംഗ്യൻ സ്റ്റൈൽ. ഏൻഷ്യൻ റോമൻ സ്റ്റൈലും ബൈസാൻഡിയൻ സ്റ്റൈലും ചേർന്നുകൊണ്ട് ഷാലമിൻ രൂപപ്പെടുത്തിയ പുതിയൊരു ആർക്കിടെക്ചർ സ്റ്റൈലായിരുന്നു കാരോലിംഗ്യൻ സ്റ്റൈൽ. അതിൻ്റെ പ്രത്യേകതകൾ ഡോംസ്, ആർച്ച് ഷേപ്പ്ഡ് ഡോർസ്, ഹ്യൂജ് പില്ലേഴ്സ്, മൊസൈക്ക് ഫ്ലോർ എന്നിവയായിരുന്നു. ക്രൂസൈഡ്സിലൂടെ ഇസ്ലാമിക് കൾച്ചറുമായിട്ട് യൂറോപ്യൻസ് കൂടുതൽ പരിചയത്തിലാവുകയും ആർട്ടും ലിറ്ററേച്ചറുമെല്ലാം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ക്രൂസൈഡ്സിന് ശേഷം തിരിച്ചെത്തിയ ലൂയിസ് 9 ഫ്രഞ്ച് എംപയർ പണി കഴിപ്പിച്ചിട്ടുള്ളതാണ് ക്യുൻസെവിങ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് പ്ലാറ്റോണിക് അക്കാഡമി. Western music had its beginning in the medieval period. Along with the church music, secular music also developed during this period. During the Umayyad and Abbasid Caliphate, Arabic music progressed considerably. Famous musicians are Ibn Misja, Ibn Muhriz, Ibn Surai. Ibn Misja was the greatest musician of Umayyad period. The major theme of the medieval literature were related to religion. Famous authors and their works are given. Omar Khayyam, Rubaiyat, Al-Firdausi, Shahnama, Ibn Khaldun, Kitab al-Ibad, Thomas Aquinas, Summa Theology, Saint Augustine, City of God, Peter Abelard, Dialogue, Kalhana, Rajatarangini, Jayadeva, Geetha-Govindam. Paintings also progressed considerably during the medieval period. Major theme of the paintings was religion. Santa Trinita Madonna by Senni di Peppo is an example of the progress of painting during this period. Read the textbook carefully. See you in the next class. Okay, thank you, dears.